ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു നിറ്റ്സ് ബൈ ഷാൻ ആൻഡ് ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ബ്രൈറ്റനിങ് ക്ലെൻസറിനെ കുറിച്ചിട്ടാണ്. ക്ലെൻസർ എല്ലാവർക്കും അറിയാം എന്തിനാണെന്നുള്ളതൊക്കെ. അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടെ നമ്മൾ സ്കിൻ ടോൺ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് നമുക്കൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടുന്ന ഒരു ക്ലെൻസർ, അത് നല്ലൊരു പ്രൊഡക്റ്റാണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം ക്ലെൻസർ എന്താണെന്നുള്ളതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രൊഡക്റ്റിലേക്ക് പോകാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കതിനൊരു റിസൾട്ട് കിട്ടുള്ളൂ. നമുക്കറിയാം നമ്മളുടെ സ്കിൻ കെയറിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് ക്ലെൻസ് ടോൺ മോയ്സ്ചർ എന്നുള്ളതാണ്. നോർമലി എനിക്ക് തന്നെ എല്ലാ വീഡിയോസിലും പറഞ്ഞു മടുത്തു, കാരണം അത്രയും പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ റിപ്പീറ്റ് ചെയ്യും, ബിക്കോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവുമല്ലോ, ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തവർ, ചിലപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ യൂസ്ഫുള്ളായിരിക്കും. അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടി പറയുകയാണ്. ക്ലെൻസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ സ്കിൻ പോർസസ്, അതായത് ഡീപ്പ് ക്ലീനിങ് ആണ് ക്ലെൻസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലവർക്കും അത് എന്താണെന്ന് പോലും അറിയില്ല. കാരണം നമുക്കറിയാം, ഒരു ഫേസ് വാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസ് വാഷ് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ സോപ്പ് യൂസ് ചെയ്ത് വാഷ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പല വീഡിയോസിൽ ഞാൻ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യുകയാണ്, സോപ്പ് മാക്സിമം അവോയ്ഡ് ചെയ്യുക, സോപ്പ് യൂസ് ചെയ്യാൻ പാടില്ല. അത് ഫേസിന് മാത്രമല്ല കേട്ടോ, ഫുൾ ബോഡി നമ്മളെപ്പോഴും കുളിക്കുന്ന എല്ലാവരും അത് നമുക്കൊരു ശീലമായി, നമ്മളെപ്പോഴും സോപ്പിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോപ്പ് മാറ്റുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് ഏറ്റവും നല്ലത് സോപ്പ് യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കിവിടെ വേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ക്ലെൻസർ ആൻഡ് ഒരു നല്ലൊരു ഫേസ് വാഷ് കൂടി ഉണ്ടെങ്കിൽ നമ്മളുടെ സ്കിൻ കെയറിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേജ് എന്നുള്ളത് ക്ലെൻസിങ് ആണ്. അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും വേണ്ടത് ക്ലെൻസറാണ്. പിന്നെ നമ്മൾക്ക് ഒരു നല്ലൊരു ഫേസ് വാഷും കൂടി നമുക്ക് ആവശ്യമായിരിക്കും. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അതും പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ക്ലെൻസർ, അപ്പോൾ ക്ലെൻസർ ഞാൻ പറഞ്ഞു ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണെന്നുള്ളത്. അപ്പോൾ ഡീപ്പ് ക്ലീനിങ്ങിന് സോപ്പിട്ട് ചെയ്താൽ പോരെ, അല്ലെങ്കിൽ മറ്റേ ഫേസ് വാഷ് യൂസ് ചെയ്താൽ പോരെ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ മാം പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ടും വേണം, അപ്പോൾ അത് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്ന് ചിന്തിക്കുന്നവർക്കായിട്ടാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഫേസ് വാഷ് എന്നുള്ളത് നമ്മളുടെ സ്കിന്നിൻ്റെ ഔട്ടർ ലെയറാണ് ക്ലിയർ ചെയ്തെടുക്കുന്നത്. അതേ സമയത്ത് ക്ലെൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മളുടെ പോർസസിൻ്റെ അകത്ത് ഇറങ്ങി ക്ലീൻ ചെയ്ത് വരുന്നതാണ്, ഡബിൾ ക്ലീനിങ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ഫേസ് വാഷ് ഇട്ട് ഫേസ് വാഷ് ചെയ്യുന്നതും നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസ് ഒന്നും കൂടെ ഡീപ്പായിട്ട് ആ ഒരു ക്ലീനിങ് പർപ്പസ് നടക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഡിഫറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്യണം. അപ്പോൾ ക്ലെൻസർ നമ്മൾ എപ്പോഴൊക്കെ യൂസ് ചെയ്യണം, നമുക്ക് ഒരു ദിവസം എത്ര പ്രാവശ്യം യൂസ് ചെയ്യാം എന്നറിയാത്തവർക്ക് വേണ്ടി പറയുവാണ്, രാവിലെയും വൈകിട്ടുമാണ് നമ്മൾ ക്ലെൻസർ എടുക്കേണ്ടത് കേട്ടോ. നമുക്ക് എന്തും നമുക്ക് റിസൾട്ട് ഉണ്ട് നല്ലതാണെന്ന് കരുതി അത് എപ്പോഴെപ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മോശമായിട്ടും വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എപ്പോഴും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മോർണിംഗ് ആൻഡ് ഈവനിങ് നമ്മൾ സ്കിന്നിനെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. അതേ സമയത്ത് നമുക്ക് ഇടയ്ക്ക് ഒരു ഉച്ച സമയത്തൊക്കെ ആവുന്ന സമയം നമ്മുടെ ഫേസൊക്കെ ഒന്ന് ഭയങ്കര ഡള്ളാവുന്ന ഒരു സമയമൊക്കെ ആണല്ലോ. സോ ആ ഒരു ടൈമിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ എപ്പോൾ നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്താലും, ക്ലെൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടോണർ ആൻഡ് മോയ്സ്ചറൈസർ നിർബന്ധമായിട്ടും എടുക്കണം കേട്ടോ. ടോണർ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ സ്കിൻ പോർസിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മൾ ക്ലെൻസ് ചെയ്യുന്ന ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യുമ്പോൾ അവിടെ ഒരു നമ്മുടെ സ്കിന്നെല്ലാം തന്നെ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ അതിനെ ക്ലിയർ ചെയ്യാനും ഈവൻ ടോണിൽ നമ്മുടെ സ്കിന്നിനെ ഈവൺ ആക്കി കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ടോണർ. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടോണർ എടുക്കാം. ദെൻ നെക്സ്റ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ മോയ്സ്ചറൈസറാണ് വേണ്ടത്. മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ നമുക്കെപ്പോഴും സ്കിൻ ഹൈഡ്രേഷനാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു സംഭവമാണ് മോയ്സ്ചറൈസർ എന്നുള്ളത്, അതായത് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസർ. ഇത് മൂന്നും നമുക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു നമ്മുടെ സ്കിൻ കെയർ നമ്മൾ കൊടുക്കുന്നുള്ളൂ. നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ഫെയർനെസ് ക്രീം അപ്ലൈ ചെയ്യുന്നു, ഈവൺ ഫൗണ്ടേഷൻ, മേക്കപ്പ് വരെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അതിന് മുമ്പായിട്ട് ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ പാടില്ല. അപ്പം ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്ക് ക്ലെൻസറായിട്ടും ജസ്റ്റ് മോയ്സ്ചറൈസർ
നമുക്ക് ഫേസ് വാഷായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ്. നേരത്തെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ബട്ട് കുറേ ആയല്ലോ, അപ്പോൾ ഇപ്പോഴും അത് അറിയാത്തവരുണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ കറക്റ്റ് ഞാൻ ഇന്ന് മുതൽ നിങ്ങൾ കറക്റ്റ് ഒരു 3 മാസം കഴിഞ്ഞ് നിങ്ങളുടെ സ്കിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇന്ന് യൂസ് ചെയ്ത് നിങ്ങൾ വിത്തിൻ 3 ദിവസം കൊണ്ട് റിസൾട്ട് എന്നോ 5 ദിവസം കൊണ്ട് റിസൾട്ട് എന്നല്ല പറയുന്നത്, കറക്റ്റ് 3 മാസം കൊണ്ട് നിങ്ങൾക്ക് സ്കിൻ ടോണിൽ വ്യത്യാസം ഭയങ്കരമായിട്ട് കാണാൻ വേണ്ടി പറ്റും. അത് കൺഫേം ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ പറയും എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും എല്ലാ പ്രൊഡക്റ്റും കെമിക്കൽ അല്ലേ എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, കെമിക്കൽ ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ ഒന്നും തന്നെ ഇല്ല. പക്ഷെ അതിലും നമുക്ക് സേഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ചെയ്യാം. കാരണം ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു സംഭവമാണ്, ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് വന്നിട്ടുള്ള വ്യത്യാസം ഉൾപ്പെടെയാണ് ഞാൻ ഇതിൽ കൊണ്ടുവരുന്നതും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കൊടുത്ത് നമ്മളുടെ ഈ ചാനൽ കാണുന്നവർ തന്നെ ഒരുപാട് പേര് യൂസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് എനിക്ക് എല്ലാ വീഡിയോസിന് താഴെയും പറയാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് പറയുകയാണ്. കാരണം ഈ വീഡിയോസ് മുമ്പ് കാണാതെ കുറച്ച് നാൾക്ക് ശേഷം കാണുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പം ഞാൻ പരിചയപ്പെടുത്തി തരാം ഈ ക്ലെൻസർ ഏതാണെന്നുള്ളത്. ഇതൊരു കൊറിയൻ ക്ലെൻസറും കൂടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ പെട്ടെന്ന് തന്നെ ബ്രൈറ്റ് ആകുക മാത്രമല്ല, ഇതിനകത്ത് കംപ്ലീറ്റ് റൈസാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പെട്ടെന്നൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടും. കൂടാതെ നമ്മളുടെ സ്കിൻ എന്താ പറയുക, ഈ ടാനൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറ്റാനും അണ്ണീവണൊക്കെ മാറ്റി ഈവൻ ടോണിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു ക്ലെൻസറാണ് കേട്ടോ. ഇത് ഫേസ് വാഷായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. കാരണം ക്വാണ്ടിറ്റി കുറച്ചെടുത്താൽ മതി നിങ്ങൾക്കൊരു ഫേസ് വാഷായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഈ ഒരൊറ്റ സംഭവം മതി കേട്ടോ നിങ്ങൾക്ക് മുഴുവനായിട്ടും ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് എന്താ പറയുക, ഇത് ഫേസ് വാഷായിട്ട് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ, ക്ലെൻസർ എന്ന് വെച്ചാൽ മോർണിംഗ് ആൻഡ് ഈവനിങ് മാത്രമല്ലേ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. മോർണിംഗ് ആൻഡ് ഈവനിങ് മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ ഇതെന്ന് വെച്ചാൽ നമുക്ക് ക്ലെൻസറായിട്ട് അതിൻ്റെ ഫേസ് വാഷായിട്ടും യൂസ് ചെയ്യാൻ കുറച്ച് മൈൽഡും കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് നമുക്ക് ഫേസ് വാഷ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി, മോർണിംഗ് എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുക. നമ്മളൊരു ഉച്ചയ്ക്കൊക്കെ ഇടയ്ക്കൊന്ന് നിങ്ങൾക്ക് വാഷ് ചെയ്യണം തോന്നുകയാണെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചെടുക്കുക. അപ്പോൾ നമുക്കിത് 2 in 1 പർപ്പസായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. 2 രീതിയിലും നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതാണ് കേട്ടോ ഈ പ്രൊഡക്റ്റ്. ഇത് നമ്മളുടെ കൊറിയൻ പ്രൊഡക്റ്റാണ്. റൈസ് വാട്ടർ ബ്രൈറ്റ് ആണ് വരുന്നത്. റൈസ് വാട്ടറിൻ്റെ എക്സ്ട്രാക്റ്റാണ് ഇതിലും വന്നിരിക്കുന്നത്. സോ കൊറിയക്കാരുടെ എല്ലാ പ്രൊഡക്റ്റും തന്നെ റൈസ് ഇല്ലാതെ ഒരു പരിപാടി ഇല്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും റൈസ് വാട്ടറിൻ്റെ ആണ് വരുന്നത്. അപ്പം ഇതിൽ എന്താ പറയുക, ഇതൊരു ഫോം ക്ലെൻസറും കൂടിയാണ് കേട്ടോ. പിന്നെ എല്ലാവരും ചോദിക്കും എല്ലാ ടൈപ്പ് സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എല്ലാ ടൈപ്പ് സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റും. ഇത് നൈക്കയിൽ അവൈലബിൾ ആണ്. സോ ഒരാളും ഇത് വാങ്ങിച്ചിട്ട് മോശം പറയാനോ അല്ലെങ്കിൽ മോശം റിസൾട്ട് ഒരാൾക്കും കിട്ടില്ല. ഏത് സ്കിൻ ടോൺ ആണെങ്കിലും നമുക്ക് ഒരാൾക്കും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഇത് ഫേസ് ഷോപ്പിൻ്റെയാണ്, ഞാൻ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു കൊടുത്ത് മേടിച്ചിട്ടുള്ള ഒത്തിരി പേരുണ്ട് കേട്ടോ. അപ്പോൾ അവർ കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്നുള്ളത്. കാരണം ആ ഒരു റിസൾട്ട് ശരിക്കും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കാരണം ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്, ഞാൻ പറഞ്ഞു കൊടുത്ത് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് ഭയങ്കര റിസൾട്ടാണ്. സോ ഇത് ചെയ്ത നിങ്ങൾക്കും ഭയങ്കര റിസൾട്ടാണ്. ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞ് പ്രൊമോഷന് വേണ്ടി പലതും പറയും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇതുവരെ ഒരു പ്രൊമോഷൻ വീഡിയോസും ചെയ്തിട്ടില്ല. അപ്പോൾ അതും കൂടി ഞാൻ എടുത്ത് പറയുവാണ് കേട്ടോ. പിന്നെ ചിലവർ പറയും, ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. ഇത് എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി ബേസിക് നോളേജ് പോലും ഇല്ലാത്തവർക്ക് ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള നോളേജ് കൊടുത്തു വരിക എന്നുള്ളതാണ് നമ്മളുടെ ചാനലിൻ്റെ ലക്ഷ്യം തന്നെ. അപ്പോൾ മാക്സിമം നല്ലത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരുപാട് നിങ്ങൾക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് വരിക അല്ലെങ്കിൽ പ്രശ്നം വരുന്നതോ എന്തെങ്കിലും ഇത് വരുന്നതോ ഞാൻ ഒരിക്കലും ചെയ്യാറില്ല. ആക്ച്വലി എനിക്ക് പ്രൊമോഷൻ വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴും ഞാൻ അതിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കൂ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെയും പ്രൊമോഷൻസ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഇനി ചെയ്യില്ല എന്നുള്ളതല്ല, നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. ഓക്കെ, അപ്പോൾ
ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചോളൂ. ഓൾ സ്കിൻ ടൈപ്പിനും ഓക്കെ ആയിരിക്കും. സ്കിൻ ടോൺ നിങ്ങൾ എത്ര ടാൻ ആണെങ്കിലും ശരി, എന്തൊക്കെ പ്രശ്നമുള്ളവരാണെങ്കിലും ശരി, ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം നല്ലതുപോലെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം എല്ലാവരും ചെയ്തിട്ട് നോക്കിയിട്ട് എന്നോട് പറയും. ഞാൻ പറയണത് നിങ്ങൾ നാളെ എനിക്ക് റിസൾട്ട് പറയേണ്ട, ഒരാഴ്ച കഴിഞ്ഞിട്ടും പറയേണ്ട, 3 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടോൺ മാറുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നോട് ഇതിൻ്റെ റിസൾട്ട് പറഞ്ഞാൽ മതി എങ്ങനെയുണ്ട് എന്നുള്ളൂ. കാരണം നിങ്ങൾ ഓരോ പ്രാവശ്യം നമുക്കിത് എടുക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു വ്യത്യാസം ഭയങ്കരമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എൻ്റെ ഫാമിലി എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഇത് മാത്രമാണ്. സോ ഇപ്പോൾ നോർമലി എല്ലാവർക്കും, കാരണം ഇതൊരു പ്രീമിയം പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും നോർമൽ ബഡ്ജറ്റിലാണ് കിട്ടുന്നത്. ഇതിൻ്റെ ഒരു ചെറുത് കിട്ടും കേട്ടോ. ഒരു 350 റേഞ്ചിൽ ഇതിൻ്റെ ചെറിയ ഇതൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്കൊരു 50 ml ഒക്കെ വരും. ഇത് 100 ml ആണ്. ഇതിനൊരു 560 rupees എന്തോ ആണ് വരുന്നത്. ഇത് മേടിച്ചാൽ നമുക്ക് കുറേ കാലം 3 മാസത്തേക്ക് നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പല ലോക്കൽ പ്രൊഡക്റ്റുകളും വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് ഇതുപോലെ നല്ല ഒരെണ്ണം വാങ്ങിച്ച് വെക്കുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു പ്രീമിയം പ്രൊഡക്റ്റ് കൂടിയാണ്. ഫേസ് ഷോപ്പിൻ്റെയാണ്. ഫേസ് ഷോപ്പിൻ്റെ എല്ലാ പ്രൊഡക്റ്റും ഞാൻ പറയാറുണ്ട് നല്ല പ്രൊഡക്റ്റാണ്. ഞാൻ എന്താ പറയുക, ടോണർ ആയിക്കോട്ടെ, എൻ്റെ മോയ്സ്ചറൈസർ എല്ലാം തന്നെ ഫേസ് ഷോപ്പിൻ്റെയാണ്. ഞാൻ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് ഞാൻ ഇത് തന്നെയാണ് എൻ്റെ സ്കിന്നിന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു മാറ്റവും എല്ലാം കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ധൈര്യമായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. ഞാൻ വീണ്ടും പറഞ്ഞു, മുമ്പ് ഞാൻ പറഞ്ഞിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. സോ അവർക്കറിയാം ഇതിൻ്റെ റിസൾട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, ലിങ്ക് ഇടാം. കാരണം ചിലപ്പോൾ ചിലവർ യൂസ് ചെയ്യുന്നതായിരിക്കും, അതുകൊണ്ട് എല്ലാവർക്കും വേണമെന്നുള്ള അറിയില്ല. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, ആവശ്യമുള്ളവർ എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇത് റൈസ് വാട്ടർ ബ്രൈറ്റ് ആണ് വരുന്നത്, ഫോമിങ് ക്ലെൻസർ ആണ്. അപ്പം പിന്നെ ഓൾ സ്കിൻ ടൈപ്പിനുള്ളതാണ്, ഫേസ് ഷോപ്പിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ വീഡിയോ ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഒത്തിരി മാറ്റം കൊണ്ടുവരാൻ പോവാണ് നിങ്ങളുടെ സ്കിന്നിന്, നോക്കിക്കോ. അപ്പോൾ അങ്ങനെ ആവട്ടെ അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതുപോലെ ഒത്തിരി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒത്തിരി കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളുടെ കൂടെ കൂടിക്കോളൂ. ഒരുപാട് നോളേജ് നിങ്ങൾക്ക് കിട്ടും. ഇതുപോലെ പുതിയ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചും എല്ലാറ്റിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ കമൻറ്റ് ചെയ്യുക, എങ്ങനെയുണ്ടായിരുന്നു, യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് അറിയാമല്ലോ. അപ്പോൾ പറയാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, താങ്ക് യു.